അതെ, നാട്ടിലെ ഉത്സവം തുടങ്ങിയേ. വള്ളിയായി ഉമാമഹേശ്വര ക്ഷേത്രത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന വള്ളിയായി ഗുളികൻ മഠം ക്ഷേത്രത്തിന്റെ തിറ മഹോത്സവം ഡിസംബർ 22, 23, 24 തീയതികളിൽ നടത്തപ്പെടുകയാണ്. ഗുളികൻ മഠത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ഗുളികൻ തിറകളിൽ നിന്നും വ്യത്യസ്തമായി സായം സന്ധ്യകളിൽ കെട്ടിയാടുന്ന ഗുളികനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് സായം സന്ധ്യകളിൽ കെട്ടിയാടുന്ന ഈ ഗുളിക തെയ്യം കാണാൻ നമ്മുടെ നാട്ടിലെ ഒരുവിധം എല്ലാ ആൾക്കാരും ഇവിടെ എത്തുന്നുണ്ട്. ഏകദേശം 60 വർഷത്തോളമായി മുടങ്ങിക്കിടന്നിരുന്ന ഈ ഗുളികൻ മഠം വീണ്ടും നാട്ടുകാരുടെ ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഈ വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലായിട്ടാണ് ഗുളികൻ മഠം തിറ ആഘോഷം നടത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷങ്ങൾ വരെ 2 ദിവസം ഉണ്ടായിരുന്ന പരിപാടി ഈ വർഷം നമുക്ക് 3 ദിവസങ്ങളിലോളം നടത്താൻ കഴിയുന്നുണ്ട് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ആദ്യത്തെ ദിവസം നാട്ടുകാരായ കുട്ടികളുടെ കലാപരിപാടികളായ നിറക്കൂട്ടും ഒപ്പം ജാനു തമാശകളുമാണ്. രണ്ടാമത്തെ ദിവസം സൗവർണിക കലാവേദിയുടെ നാട്ടരങ്ങും മാറുന്ന ലോകം ഒരു തിരിച്ചറിവ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രംഗീഷ് കടവത്തൂരിന്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ചും കൂടി 23-ാം തീയതി 7 മണിക്ക് ഈ പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്നതാണ്. 3-ാം ദിവസം നേർച്ച വെള്ളാട്ടവും ഗുളികൻ തെയ്യവുമാണ് വരുന്നത്. ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും എങ്ങനെയാണ്? ഇവിടുത്തെ പൂജകൾ സംക്രമ ദിവസങ്ങളിൽ പൂജയുണ്ട്. അതുപോലെ എല്ലാ മാസം 1-ാം തീയതി ഇവിടെ ക്ഷേത്രം വക ഇവിടുത്തെ അത് മറ്റുള്ള ഇതെല്ലാം വഴിപാടായിട്ടില്ല. അത് ഇവിടെ ക്ഷേത്രം വകയാണ് എല്ലാ മാസം മലയാള മാസം 1-ാം തീയതി. അതിന്റെ പുറത്ത് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഭക്തന്മാർ തരുന്ന വഴിപാടായിട്ട് ഭക്തന്മാർക്ക് നേർച്ചയായിട്ട് വരുന്ന പൂജ ചെയ്തു കൊടുക്കും. അത് 6 മണിക്ക് പൂജ തുടങ്ങും. എല്ലാ മലയാള ദിവസങ്ങളിൽ വർഷം മലയാള വർഷത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അത് ധനു 9 അത് മാറ്റമില്ല. ഇംഗ്ലീഷ് മാസം മാറുമെങ്കിലും മലയാള വർഷത്തിന് കണക്കൂട്ടിയാൽ ധനു 9 ഇവിടുത്തെ കുളി. അതുപോലെ തന്നെ 6 മണിക്ക് വെള്ളാട്ടവും 7 മണിക്ക് കുളികൻ തിറങ്ങും. വൈകുന്നേരം 6 മണിക്ക് സായം സന്ധ്യയിൽ കെട്ടിയാടുന്നു. അത് അവിടുത്തെ പ്രത്യേകത. അതൊരു 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ഗുരുസി അടക്കം കഴിയും. നമ്മളിപ്പോ ഈ ഒരു അമ്പലത്തിൽ തുടങ്ങിയിട്ട് 6 കൊല്ലം. 6ാമത്തെ കൊല്ലം വഴിപാടായിട്ട് തന്നെ വർഷം മുൻകൂട്ടി ബുക്ക് ചെയ്ത ഇവിടുത്തെ കൃത്യമായിട്ടുള്ള പൂജക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ആ വർഷം ഏകദേശം ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഈ വർഷത്ത് ഫുള്ളായിട്ട് തന്നെ ഏകദേശം ഉണ്ടാവും. ഈ ഒരു പരിപാടി ഒരു 3 ദിവസം നീണ്ടുനിൽക്കുന്ന. 3 ദിവസം നീണ്ടുനിൽക്കുന്ന. 3 ദിവസമാണ് ഈ വർഷമാണ്. 3 ദിവസം ആദ്യം 1 ദിവസം 2 ദിവസമായി 3 ദിവസമാണ് ഇവിടെ നടക്കുന്നത്. അന്നദാനം കാര്യങ്ങൾ 3 ദിവസം ഇവിടെ അന്നദാനമുണ്ട്. 3 ദിവസം അന്നദാനമുണ്ട്. ഇവിടുത്തെ പൂജ ഇപ്പൊ 6 മണിക്കാണ് നമ്മളിപ്പം പൂജ തുടങ്ങുന്നത്. 7 മണിത്തേക്ക് ഭക്തന്മാരുടെ പൂജ ഇപ്പം നമ്മൾ ഈ 6 മണിക്ക് ഇപ്പം തുടങ്ങും. നമസ്കാരം. എൻ്റെ നാടായ വള്ളിയായിൽ ഈ ഒരു 3 ദിവസം അതിഗംഭീരമായി ആഘോഷിക്കുന്ന ഈ ഒരു പരിപാടി എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. കൂത്തുപറമ്പ് പാനൂർ പാത്തിപ്പാലം നിന്ന് വള്ളിയായി റോഡിലേക്ക് 1.5 കിലോമീറ്റർ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വള്ളിയായി ശ്രീ ഗുളികൻ മഠത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അന്നദാനവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളിയായി ഗുളികൻ മഠം തിറ മഹോത്സവത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു.